ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിമർശിച്ച് CPI മുഖപത്രം ജനയുഗം. BJPക്ക് അനുകൂലമായി നിന്ന സഭാധ്യക്ഷന്മാർക്ക് ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായതെന്ന മുഖപ്രസംഗത്തിൽ ജനയുഗത്തിൻ്റെ വിമർശനം. കണ്ടാൽ അറിയാത്തവർക്ക് കൊണ്ടാൽ അറിയും എന്ന തലക്കെട്ടിലാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഇപ്പോഴാണ് സഭാധ്യക്ഷന്മാർക്ക് നേരം വെളുത്തത് എന്ന അഭിപ്രായമാണോ ജനയുഗം മുഖപ്രസംഗത്തിനുള്ളത്? പറയൂ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും CPIയുടെ മുഖപത്രമായ ജനയുഗം മെത്രാന്മാരെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് പ്രധാനമായും പറയുന്നത് BJPയുടെ പ്രീണനം, അതായത് BJP ക്രൈസ്തവ വിഭാഗത്തെ ഒരു ഭാഗത്ത് പ്രീണിപ്പിക്കുകയും മറുഭാഗത്ത് വടക്കേ ഇന്ത്യയിലെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പോലുള്ള ഒരു നീക്കം ഇവിടെയും നടത്താനുള്ള ശ്രമമാണ്. ഇവിടെ ഇടതുപക്ഷം ഉള്ളത് കൊണ്ടാണ് അത് നടക്കാതെ പോകുന്നത്. പക്ഷേ കണ്ടാൽ അറിയാത്തവർക്ക് കൊണ്ടാൽ അറിയാം എന്ന വാക്ക് അനർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനം. എന്തായാലും FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഈ BJP സർക്കാരിൻ്റെ നീക്കങ്ങൾ, സംഘപരിവാറിൻ്റെ നീക്കങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വൈകിയെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നല്ല കാര്യം തന്നെയാണ്. എന്തായാലും BJPയുടെ പ്രീണനത്തെ ഒരു പരിധി വരെയെങ്കിലും അനുകൂല നിലപാട് സ്വീകരിച്ച ക്രൈസ്തവ സഭകൾക്ക് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം, അല്ലെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. കാരണം FCRA ഭേദഗതി വരുന്നതോടുകൂടി പൂർണ്ണമായും വിദേശ ഫണ്ട് നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇത് ഈ ക്രൈസ്തവ സഭകളുടെയും മറ്റും സാമ്പത്തിക സ്രോതസ്സിന് പൂട്ടിടാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് അറിയാൻ എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തേണ്ട സമയത്ത് ജാഗ്രത പുലർത്തണം എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ക്രൈസ്തവ സഭ BJPയുമായി ഒരു അനുകൂല അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനുള്ള ഒരു തിരിച്ചടി എന്ന പോലെയാണ് ഇപ്പോൾ FCRA ഭേദഗതി വരികയും ചെയ്യുന്നത്. അതായത് തലശ്ശേരി ബിഷപ്പ് പാംബ്ലാനി ഉൾപ്പെടെയുള്ള ആളുകൾ റബ്ബറിന് വില വർദ്ധിപ്പിച്ചാൽ നരേന്ദ്രമോദിയെ ജയിപ്പിക്കാം അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യാം എന്നെല്ലാം പറഞ്ഞത് ആ സമയത്ത് വളരെ വിവാദമായത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിനുശേഷമാണ് പിന്നീട് മണിപ്പൂരിലും മറ്റും ക്രൈസ്തവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. എന്നിട്ടും വളരെ മിതമായൊരു നിലപാടായിരുന്നു എടുത്തിരുന്നത്. എന്നാൽ FCRA വരുന്നതോടുകൂടി വളരെ രൂക്ഷമായ വിമർശനവുമായി സഭയും സഭാധ്യക്ഷന്മാരും മെത്രാന്മാരും രംഗത്തെത്തിയത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മെത്രാന്മാരും അല്ലെങ്കിൽ സഭാധ്യക്ഷന്മാരും അന്നെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ BJPയോട് എടുത്തിരിക്കുന്ന ആ ഒരു മൃദു സമീപനത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ജനയുഗം ഇങ്ങനെയൊരു മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.